അസ്സലാമു അലൈക്കും. സൂറത്തുൽ കഹ്ഫ് 53 ആയത്തുകൾ പഠിച്ചു. 51 മുതലുള്ളത് ഒന്ന് ഓതി വരാം. ആ 3 ആയത്തുകൾ, അവസാനത്തെ 3 ആയത്തുകൾ എല്ലാവരും ഒന്നിച്ചൊന്ന് ഓതാം. 51 മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما أشهدتهم خلق السماوات والأرض ولا خلق أنفسهم وما كنت متخذ المضلين عضدا ويوم يقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا ورأى المجرمون النار فظنوا أنهم مواقعوها ولم يجدوا عنها مصرفا. അപ്പോൾ അടുത്ത പേജ് തുടങ്ങാം. 54-ാമത്തെ ആയത്ത്. ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഓതുന്നുണ്ട്, ശേഷം എല്ലാവരും ആവർത്തിച്ചോതാം. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا. ഒന്ന് ചെറിയ പാർട്ടാക്കിയിട്ട് ഓതാം. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنسَانُ أَكْثَرَ شَيْءٍ جَدَلًا. ആദ്യത്തെ അക്ഷരം വ ചുണ്ട് കൂർപ്പിച്ച് ഇഷ്മാം ചെയ്ത് പറയണം. ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ്. വലഖദ് വലഖദ്. ഖാഫ് അതിൻ്റെ ഇടയിൽ ഇസ്തിഅലാൻ്റെ അക്ഷരമായിട്ടുള്ള ഖാഫ് വന്നിട്ടുണ്ട്. ഒരു ഹെവിനെസ് കൊടുത്തിട്ട് വലഖദ്. ദാലിന് സുക്കൂൻ വന്നാൽ എന്തായിരുന്നു നിയമം? കൽക്കല ചെയ്യണം. അത് ബൗൺസിങ് ലെറ്റർ ആയിട്ടാണ് ചെയ്യേണ്ടത്, ഓതേണ്ടത്. വലഖദ് ദ് എന്നുള്ളത് പുറത്തേക്ക് കേൾക്കുന്ന രൂപത്തിൽ. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആൻ. സറഫ്നാ ഫ നമ്മൾ പഠിച്ചിരുന്നു. കാറ്റ് പുറത്ത് വിടുന്ന അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണ് ഫ, ഹ ഇതൊക്കെ. അപ്പോൾ അത് ഫ പറയുമ്പോൾ പ്രത്യേകിച്ച് സുക്കൂൻ വരുമ്പോൾ ആ കാറ്റ് നന്നായിട്ട് പുറത്തേക്ക് വരുന്നത് ഫീൽ ചെയ്യണം. വലഖദ് സറഫ്നാ അഫ്ന ولقد صرفنا في هذا القرآن للناس من كل مثل. ولقد صرفنا في هذا القرآن للناس من كل مثل. ലിന്നാസി നൂനിന് ഷദ് ഗുന്ന മണിക്കാനുണ്ട്. പിന്നെ അവിടെ മദ് അസ്ലിയാണ്, ഓവറായിട്ട് നീട്ടാനില്ല. ലിന്നാസി. മിൻ കുല്ലി എന്നുള്ള ഭാഗത്ത് എന്താ നിയമം മണിക്കാനുള്ളത്? ഇഖ്ഫ ആണ്. മിൻ കുല്ലി. അത് ഇഖ്ഫ പറയുമ്പോൾ മ്യോ എന്ന് ഹെവി ആക്കിയിട്ട് പറയണ്ട, ശേഷം കാഫാണ് വരുന്നത്. കുല്ലി മ്യോ എന്ന് ഹെവി ആക്കരുത്. അടുത്ത അക്ഷരം കൽക്കലൻ്റെ ഇസ്തിഅലാൻ്റെ അക്ഷരമാണെങ്കിലാണ് അങ്ങനെ ചെയ്യുക. ഇഖ്ഫ പറയുമ്പോൾ തന്നെ ഇഖ്ഫും ഹെവി ആയിരിക്കണം. അപ്പോൾ ഇവിടെ കുല്ലി അങ്ങനെ പറയാനുള്ളൂ. കുല്ലി മസൽ
കുല്ലി മസൽ. കാഫ് പറയുമ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും അതും നേരത്തെ പറഞ്ഞ കാറ്റ് പുറത്ത് വിടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ് എന്നുള്ളത് ശരിയാക്കാനുണ്ടാകും. കു അല്ല ഖു, ഖു മിൻ കുല്ലി മസൽ. ولقد صرفنا في هذا القرآن للناس من كل مثل. مثل سا سا مسا آوندا مثل. وكان الإنسان أكثر شيء جدلا. وكان وكان വീണ്ടും ഇഷ്മാമിൻ്റെ അക്ഷരമാണല്ലോ വ. وكان الإنسان أكثر شيء جدلا. വീണ്ടും കാഫ് ശ്രദ്ധിക്കുക. വക്കാന അല്ല വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. ഈ ആയത്തിൽ നമ്മൾ കൂടുതലും കാഫിൻ്റെ ഉച്ചാരണം ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വകാനൽ ഇൻസാനു എന്നുള്ളത് എന്താ നിയമം? മണിക്കാനുണ്ടല്ലോ അവിടെ. ഇൻസാനു ഇൻ എന്നുള്ളത് എന്താ മണിക്കാൻ? ഇഖ്ഫ തന്നെയാണ്. വീണ്ടും സെയിം നിയമം തന്നെയാണ്. ഇൻസാൻ എന്നുള്ളത് ഇഖ്ഫ മണിക്കാനുണ്ട്. സാനു സീനിന് ശേഷം ചെറിയൊരു അലിഫുണ്ട് അല്ലേ? ചെറിയൊരു അലിഫാണ്. അത് മദ്ദു അസ്ലി തന്നെയാണ്. സാധാരണ അലിഫിൻ്റെ നീട്ടം കൊടുത്ത് ഓതണം. അക്സറ അക്സറ അവിടെയൊക്കെ കാഫിന് സുക്കൂന് കൊടുക്കുമ്പോൾ അക്ക് അക്ക് ക് അല്ല അക് അക് അക്സറ അക്സറ അക്. ആ കാറ്റ് പുറത്തേക്ക് വിടണം. അക് അക് അക്. ഇല്ല, കൽക്കലാവരുത്. അക്ക് അക്ക് എന്ന് പറയുമ്പോഴാണ് കൽക്കലാവണത്. അക് 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 സേറ. അത് ഖാഫ് ഖാഫ്. അത് കാറ്റ് പുറത്ത് വരില്ല. കാറ്റ് പുറത്ത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മഖ്റജിൻ്റെ സ്ഥാനത്ത് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. അക് ആ കാറ്റിന് ആ കാറ്റിന് പുറത്ത് വരാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. മഖ്റജിൻ്റെ സ്ഥാനത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് അത് എന്താണോ രണ്ട് സാധനങ്ങൾ മുട്ടണത് കാറ്റ് തടസ്സപ്പെടുത്തിങ്ങാണ്ട് മുട്ടണില്ല. അക് അക് അക്ക് എന്ന് പറയുമ്പോൾ നാവ് മേലെ അണ്ണാക്കിൽ പോയിങ്ങാണ്ട് കറക്റ്റായിട്ട് പതിയണുണ്ട്. അതുകൊണ്ട് കാറ്റ് പുറത്ത് വിടാനുള്ള സ്പേസ് ഇല്ല. ഇവിടെ അങ്ങനെയല്ല. അക് അക് നാവ് അത്ര മുകളിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് തട്ടാത്തതുകൊണ്ട് കാറ്റിന് പുറത്തേക്ക് വരാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് കാറ്റ് പുറത്ത് വരും. അക് സേറ അക് അക് അക്സറ ശൈഇൻ ജദല. ശേഷം സ ആണ്. സ അക്സ സ സ. നാവ് പുറത്ത് വന്നിട്ട് മുകളിൽ മേലെ പല്ലിൻ്റെ താഴെയായിട്ടാണ് നാവ് വരേണ്ടത് സ പറയുമ്പോൾ. അക്സറ. റ തഫ്ഖീമാണ്. റ അക്സറ 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 ശൈഇൻ ജദല. വീണ്ടും ഷൈഇൻ ജ. അവിടെ ഒരു മണിക്കൽ വന്നിട്ടുണ്ട്. എന്താ നിയമം? ഇഖ്ഫ തന്നെയാണ് വീണ്ടും. അപ്പോൾ ഈ ആയത്തിൽ എത്ര ഇഖ്ഫകൾ വന്നു? മൂന്ന് ഇഖ്ഫകൾ വന്നു.
മസലിന്നുള്ളതില്ല. ആ മസൽ അത് ഇഖ്ഫ അല്ലല്ലോ, ഇത് ഖാമ. ഒന്ന് മിൻ കുല്ലി എന്നുള്ളിടത്തുണ്ട്, ഇൻസാൻ ഉണ്ട്, ഷെയ്ഇൻ ജദലുണ്ട്. 3 ഇഖ്ഫാകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മണിക്കാനുണ്ട്, ഒരേപോലെ തന്നെയാണ് മണിക്കാനുണ്ടാവുക ഏകദേശം. പിന്നെ അതിന് പുറമെ ലിന്നാസി എന്നുള്ളിടത്ത് അവിടെ മണിക്കാനുണ്ട്, നൂനിന് ഷദ് വന്നിട്ടുണ്ട്. ശരി, ഒന്നുകൂടെ ആയത്ത്. وَلَقَدْ صَرَّفْنَا فِي هَذَا الْقُرْآنِ لِلنَّاسِ مِنْ كُلِّ مَثَلٍ وَكَانَ الْإِنْسَانُ أَكْثَرَ شَيْءٍ جَدَلًا. ഓരോരുത്തരും അതാ അല്ലേ, അത് തുടങ്ങാം. أكثر تفخيم أكثر صار نعم أكثر സായിനെ ബാധിക്കാതെ നോക്കണം തഫ്ഖീം. നിങ്ങളോതാ മസൽ. ആ കസ്ർ തൻവീനാണെങ്കിൽ ഫത്ത് കൊടുക്കൂല, അലിഫ് കൊടുക്കൂല. ആ മറ്റേ ഫത്തു തൻവീനാണ് മാ അൻ എന്നാണെങ്കിൽ എന്താ പറയണം, മാ ആ എന്ന് പറയണം. കസ്റാണെങ്കിലും ദമ്മാണെങ്കിലൊക്കെ സുക്കൂൻ കൊടുത്താൽ മതി. ഓക്കെ, വലഖദ് ഖാഫ് മിൻ കുല്ലി ഒരേപോലെ ഇൻസാൻ. ഓക്കെ, മണിക്കണം. അതൊക്കെ സെയിം. മ്യൂ മണിച്ച പോലെ തന്നെ, ഇൻസാൻ മണിച്ച പോലെ തന്നെ, ഷെയ് മൂന്നും ഒരേപോലെ ഒരേ അളവിലാണ് മണിക്കേണ്ടത്. ഷെയ് ജദല. അല്ല أكثر أكثر وكان الإنسان أكثر شيء جدلا. ലിപ്സിന് ക്വിക്ക് മൂവ്മെന്റ്സ് കൊടുക്കണം. അക്സറ അക്സറ ഷൈഇൻ. അവ സോന്നാവരുത്. ആ അക്സറ. ശരി, ഒന്നുകൂടെ മതി, ഒന്നുകൂടെ. അവിടെ എന്താണ് ഫീ എന്നുണ്ട് ശരിക്കും. അവിടെ യാന് പുള്ളി ഇടാത്തതുകൊണ്ട് ചിലപ്പോൾ ഫി എന്ന് തോന്നും കാണുമ്പോൾ.
ആ ഫായിന് ഡോട്ട്സ് ഉണ്ട് താഴത്ത് ശരിക്ക്. അത് ഫായിന് ശേഷം യാ ഉണ്ട്, യാ ഫീ എന്നുണ്ട്. അക്സറ തഫ്ഖീം അക്സറ അക്സറ. റാന്ന് പരത്തി പോവാതെ നോക്കണം. അക്സറ റ. അവിടെ ഇത് റോ എന്ന് പറയാം. റോ എന്ന് പറയണം. തഫ്ഖീം ആണ്. ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا. അക്സറ സ സ സ സാണ് സ സ സ. وكان الإنسان أكثر شيء جدلا. കാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. കാ എന്നാണ്, കാറ്റ് പുറത്ത് വരുന്നില്ല. അപ്പോൾ അതൊരു കാ ആവണുണ്ട്. വക്കാനൽ വക്കാനൽ وكان الإنسان أكثر شيء جدلا. അയ്യോ ഷാ. ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا. അയ്യോ അക്സറ. ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا. ക്ലിയർ. بسم الله الرحمن الرحيم ولقد صرفنا في സർറഫ്ന. صرفنا അത് കട്ടി കൂട്ടുക ചെയ്യേണ്ടത്. ഇവിടെ ഒരു മണിക്കൽ വരുന്നുണ്ട് നിങ്ങൾ ഓതുമ്പോൾ. സൊറ കുറച്ച് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മണിക്കലായിപ്പോയി. വലഖദ് സൊറഫ്ന. ولقد صرفنا في هذا القرآن للناس من كل مثل മസൽ സാ വരുത്. മസൽ. നാവ് കുറച്ച് പുറത്തേക്ക് വരട്ടെ. മസൽ. ഒന്നുകൂടെ നാവന്ന് പല്ലുമ തട്ടിച്ച. ആ അതാ വരേണ്ടത്. മസൽ. ആ ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء ഒന്നുകൂടെ അക്സറ أكثر شيء جدلا. സ പറയുമ്പോൾ സ അത്രേ ഉള്ളൂ. അത്ര ശബ്ദം കേൾക്കൂല. അത് മറ്റേ സീനെ കേൾക്കുള്ളൂ. അക്സറ വരുന്നുണ്ട്. അക്സറ. ആ ഈ എന്താ നാവ് മേലെ പല്ലുമ്മ ഇങ്ങനെ തട്ടണം എന്നാണ്. അങ്ങനെ തട്ടിയാൽ പെർഫെക്റ്റ് ആയിട്ട് വരും. അക്സറ അക്സറ. ആ അത് പല്ല് ഇങ്ങനെയാണല്ലോ, നാവ് പുറത്ത് വരുന്നതല്ല. അക്സറ. നാവ് കുറച്ചും കൂടെ ഒന്ന് പുറത്തേക്ക് തള്ളിയാണ്ട് ചെയ്ത് നോക്കണം. സ ആ അക്സറ. അത് നോക്കിയാണ് ഇപ്പോഴും സീനിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ട്. ആ കുറച്ചുകൂടെ നാവ് പുറത്തേക്ക് വരണം കേട്ടോ. സീനിനെക്കാട്ടിലും സ ആണ് റെഡി ആവാനുള്ളത്. സീന് കുറേ റെഡിയാണ്. സ ആണ്.
ആ ആ ഇവ ആ ഇപ്പോൾ കാണുന്നുണ്ട്. ആ അത് സമയമെടുക്കും. കുറേ കാഫ് നന്നാവുന്നുണ്ട് കുറേ. بسم الله الرحمن الرحيم ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا. കാഫൊക്കെ ക്ലിയറാണ്. അടുത്ത ആയത്ത് നോക്കാം. 55-ാമത്തെ ആയത്തിലെ وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا. കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒന്നിച്ച് ഓതാം. وما منع الناس أن يؤمنوا അത്ര മതി അത്ര ഒന്ന് മതി എല്ലാവരും. وما منع الناس أن يؤمنوا. ശരി, വീണ്ടും വാവ് ആണ് ആദ്യത്തെ അക്ഷരം. വ ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കും അത്. وما منع الناس أن يؤمنوا. വമ ഇഷ്മാം ചെയ്തു. മ എന്നുള്ളത് നോർമൽ മദ്ദാണ്, മദ്ദു അസ്ലിയാണ്. വമ മനഅന്ന അവിടെ ശ്രദ്ധിക്കേണ്ട അക്ഷരം ഐനാണ്. ഹറൂഫുൽ ഹൽഖിന്ന് വരുന്ന അക്ഷരമാണ്. മനഅന്ന നൂനിന് ശബ്ദം മണിക്കാനുണ്ട്. നാസ എന്നുള്ളത് മദ്ദു അസ്ലി, മണിക്കുക മദ്ദു അസ്ലി കൊടുക്കുക. മനഅന്നാസ അയ്യു എന്താ നിയമം? ഇഖ്ഫ ആണോ? ഇദ്ഗാം ബിഗുന്നയാണ്. അയ്യുമിനു മുമ്പ് പറഞ്ഞ പോലെ ഹംസക്ക് സുക്കൂൻ വരുമ്പോൾ യുമിനു എന്ന് പറയാതെ യുമിനു അത്ര ഹംസ പറഞ്ഞാൽ മതി. എന്ന് കൽക്കല ഭാഗത്തേക്ക് പോകരുത്. وما منع الناس أن يؤمنوا പറഞ്ഞില്ല എന്നുള്ള രൂപത്തിൽ പറഞ്ഞാൽ മതി. അത്രേ ഹംസ പറയുള്ളൂ. അങ്ങനെ പറയുമ്പോഴേ അത് കൽക്കലാവാതെ എന്താ നമുക്കത് പറയാൻ കഴിയുള്ളൂ. ഇല്ലല്ലോ, അത് വേറെ ഖിറാഅത്തിലോ? അത് നമ്മളെ ഖിറാഅത്തിലാണ്. വേറെ ഖിറാഅത്തിൽ നമുക്ക് ഷഹീനോട് ചോദിച്ചേക്കാം. മൂമിനീനാണോ? അതിനിപ്പോൾ അങ്ങനെ എനിക്ക് മറ്റ് ഖിറാഅത്തുകളെ കുറിച്ച് എനിക്ക് അറിയില്ല. ഷഹീനോട് നാട്ടിൽ നിന്ന് ഓതുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ. നാട്ടിൽ നമ്മളെ ഖിറാഅത്ത് മാത്രമേ ഉള്ളൂ. അത് ഇതാണ് എന്താ ഹംസ വളരെ ചെറിയ രൂപത്തിലേക്ക് കേൾക്കുള്ളൂ. ആ ഒരു എന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ. അത് 3 പറയല്ല, ഹംസക്ക് സുക്കൂൻ ഇട്ടിട്ട് തന്നെ പറയണത്. വൽമുഅ്മിനീന വൽമുഅ്മിനാതി അത്ര ചരിച്ചാൽ മതി. ആ രൂപത്തിൽ കുറച്ചും കൂടെ താന്ന് പോയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വാവല്ല, മൂമീനല്ല. പോലെ യുമിനു. പിന്നെ അതിന് ശേഷം വാവിൻ്റെ നീട്ടിൽ വന്നിട്ടുണ്ട്, ഹർഫ് വന്നിട്ടുണ്ട്, മദ്ദുണ്ട്. അവിടെ മദ്ദ് വരാൻ കാരണം എന്താ? മദ്ദിൻ്റെ ആ ചിഹ്നം അവിടെ കൊടുക്കാൻ കാരണം എന്താ? ശേഷം ഹംസ എന്നുള്ളതാണ് കാര്യം.
ശേഷം ഹംസ വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ മദ് മദ് ആരില അല്ലല്ല മദ് ആരില പറഞ്ഞാൽ വഖഫിൽ വരുന്നത്. മുൻഫസിൽ രണ്ട് വാക്കുകളാണ് അല്ലേ, യുമിനു ഇത് എന്നുള്ളത് രണ്ട് വാക്കുകളിലായിട്ടാണ് മദ്ദിൻ്റെ ഹർഫും ഹംസയും വന്നത്. രണ്ട് വാക്ക് എന്താ കൂടിച്ചേർന്നുകൊണ്ടാണ് ആ മദ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മദ്ദു മുൻഫസിൽ വേറിട്ട് നിൽക്കുന്നത്. ഇത് ഖൽഖലല്ല, അതുകൊണ്ട് ഇദ് ജാഅഹുമുൽ ഹുദാ വീണ്ടും മദ് വന്നു അല്ലേ. ജാ എന്നുള്ളത് ഒറ്റ വാക്കാണോ രണ്ട് വാക്കാണോ? ഒറ്റ വാക്കല്ലേ ജാ. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ജാ മദ്ദു ഏതാണ്? മുത്തസിൽ, മദ്ദു മുത്തസിൽ. إذ جاءهم الهدى ويستغفروا ربهم സീനിന് സുക്കൂന് യസ് എന്നുള്ള ആ ശബ്ദം ക്ലിയർ ആയിട്ട് സഫീറാണ്. വയസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്ന രൂപത്തിൽ പറയാം. ഗൈനിന് സുക്കൂനാണ് ويستغفروا ربهم ഗൈനൊക്കെ ക്വിക്കായിട്ട് കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. ഒന്നാമത് ഗൈന് നമുക്ക് പ്രയാസമുള്ള അക്ഷരമാണ്. അപ്പോൾ അത് പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്രയാസമാണ്. വയസ്തഗ്ഫിറു റബ്ബഹും താൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് വരണമല്ലോ സുക്കൂനുള്ള അക്ഷരം കൽക്കല അല്ലെങ്കിൽ. അപ്പോൾ അത് പെട്ടെന്ന് വരണം. വയസ്തഗ്ഫിറു റബ്ബഹും. റബ്ബ നമ്മൾ മലയാളത്തിൽ റബ്ബ് എന്ന് പറയുന്ന പോലെ തന്നെ റ ആവരുത്. റബ്ബഹും. وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم അപ്പോൾ സുക്കൂനുള്ള അക്ഷരങ്ങൾ ക്വിക്കായിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇത് എന്നല്ലല്ലോ. إذ جاءهم الهدى ويستغفروا ربهم إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين ഇല്ലാ അൻ എന്നുള്ളത് ഏത് മദ്ദാണ്? എല്ലാവരും ആലോചിക്കും. പ്രശ്നമല്ലല്ലോ. ആണോ? വാക്കുകൾ ഏതൊക്കെ നോക്കി. രണ്ട് വാക്ക അല്ലേ? മനസ്സിലായി. ഇല്ല അൻ എന്നുള്ള ഒറ്റ വാക്കായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ പറയാം. ഇല്ല എന്നുള്ള ഒറ്റ വാക്കാണ് അല്ലേ? അതിലെന്താ വന്നത്? മദ് വന്നു. നമുക്ക് മദ് എന്ന് പറഞ്ഞാൽ അലിഫും ഹംസയും, ഇത് രണ്ടുമാണ് നമ്മളെ മദ്ദിൻ്റെ കോമ്പണൻസ്. ഈ രണ്ട് ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അത് രണ്ട് വാക്കിലാണോ എന്നാണ്. അല്ലാതെ മദ്ദിൻ്റെ ഈ ചിഹ്നം ഒറ്റ വാക്കിൽ തന്നെയല്ലേ വരുള്ളൂ, ഒറ്റ അക്ഷരത്തുമല്ലേ വരുള്ളൂ. അതൊരു വാക്ക് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അതിൽ ഹംസ എവിടെയെന്നുള്ളതാണ് നോക്കണത്. പിന്നെ ഹംസയും കൂടെ വരുന്നതുകൊണ്ടാണല്ലോ അവിടെ മദ് വന്നത്. ഇല്ല എന്നുള്ള ഈ അലിഫും അൻ എന്നുള്ള ഈ ഹംസയും, ഈ അലിഫും ഹംസയും അല്ലെങ്കിൽ അലിഫ് പ്ലസ് ഹംസ അപ്പോഴാണ് മദ്.
അല്ലെങ്കിൽ വാവ് പ്ലസ് ഹംസ, അപ്പോഴാണല്ലേ മദ് വരുന്നത്. അല്ലെങ്കിൽ യാ പ്ലസ് ഹംസ. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണല്ലോ മദ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒറ്റ വാക്കിലാണ്, രണ്ട് വാക്കിലാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ ഈ മദ്ദിൻ്റെ ഈ ചിഹ്നം എവിടെയാണെന്നുള്ളതല്ല. മദ്ദിൻ്റെ ആ ചിഹ്നം ശരിക്കും നമ്മൾ നോക്കണില്ല. അത് ഇതപ്പോൾ ഇത് രണ്ട് വാക്കിലായിട്ട് വന്നു. 1, 2 ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ജാ എന്നുള്ളിടത്ത് 1, 2 ഈ രണ്ട് കാര്യങ്ങൾ ഒറ്റ വാക്കിലാണ് ഇവിടെ. അതാണ് മദ് മുത്തസിൽ. ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് വാക്കിലാണ്. അപ്പോൾ എന്താ മദ്ദിൻ്റെ ചിഹ്നം മാത്രം നോക്കിയിട്ട് നിർത്തിയാൽ അത് എന്തായാലും മദ് മുത്തസിലാക്കാറ്. അപ്പോൾ അലിഫും ഹംസയും രണ്ടും നോക്കണം. ആ രണ്ടും ഒറ്റ വാക്കിലാണെങ്കിൽ മദ് മുത്തസിൽ, രണ്ട് വാക്കിലാണെങ്കിൽ മദ് മുൻഫസിൽ. മുത്തസിൽ മുൻഫസിൽ. ഈ വാക്കുകൾ കൺഫ്യൂഷൻ ആവാന്നാൽ മതി. മുത്തസിൽ കൂടി ചേർന്ന് നിൽക്കുന്നത്, മുൻഫസിൽ വിട്ടു നിൽക്കണത്, അറ്റാച്ചഡും ഡിറ്റാച്ചഡും. ഓക്കെ, ഒന്നുകൂടെ. وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين. إلا أن ഏതായിരുന്നു മദ്? മദ് മുൻഫസിൽ. ഓക്കെ. تأتيهم أنت ഇഖ്ഫാ ആണ്. ഇഖ്ഫാന് കനം കൂട്ടാതെ അൻത അത്ര മതി. തഅതിയഹും വീണ്ടും ഹംസക്ക് സുക്കൂൻ വന്നിട്ടുണ്ട്. തഅതിയഹും പിന്നെ സുന്നത്തു നൂനിന് ഷദ് ഗുന്ന ചെയ്യാനുണ്ട്. സുന്നത്തുൽ അവ്വലീന. അവിടെ അവ്വലീൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ പ്രത്യേകം വരുന്ന മദ് ഉണ്ടല്ലോ. ആ മദ്ദിൻ്റെ പേരെന്തായിരുന്നു? മദ് ആരിദ്. അവിടെ അതാണ് മദ് ആരിദ്. ഇല്ലാ അൻ തഅതിയഹും സുന്നത്തുൽ അവ്വലീന ഔ യഅതിയഹുമുൽ അദാബു ഖുബുലാ. ഒന്നിച്ചോത് എല്ലാവരും. إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا. അവസാനത്തെ മദ് എന്തായിരുന്നു? അല്ലല്ല, ആരിത് കൂടുതലായിട്ട് മദ് അസ്ലിയിൽ പെടാത്ത മദ് ഫറഇയാണ്. മദ് ഇവദ്. അയ്യോ, മദ് ഇവദ് അത് അസ്ലിയിൽപ്പെട്ടതാണ്, കൂടുതലായിട്ട് നീട്ടാൻ പാടില്ല. ഖുബൂല. ഓക്കെ, 55-ാമത്തെ ആയത്തിൽ നിന്ന് നോക്കിയാലോ? നിങ്ങൾ തുടങ്ങിക്കോളി. അവിടെ മദ്ദുണ്ട്. യുഅ്മിനൂ. വയസ്തഗൈനിന് കുറച്ചൊരു അയിനായി പോകുന്നുണ്ട്. അൻ നൂന് ക്ലിയർ ആയല്ലോ. അൻ അല്ലല്ലോ. ആ നൂനിൻ്റെതും ഹംസൻ്റെതും ഒരു പ്രശ്നം ചെറുതായിട്ടുണ്ട്. അന്ന് നാവ് മുകളിൽ തട്ടുണ്ട്.
തട്ടരുത്. ഇഖ്ഫ ആകുമ്പോൾ തട്ടരുത്. ആ ത- ആ ആ ആ أن إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا. ഓക്കെ. بسم الله الرحمن الرحيم وما منع الناس أن يؤمنوا അവിടെ ഇഖ്ഫ അല്ല, ഐ ആണ്. ആ وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن അവിടെയും നേരത്തെ പറഞ്ഞ ആ ഒരു മണിക്കുന്ന പ്രശ്നം വരുന്നുണ്ട്. ഇല്ല, അത്ര വേണ്ട. ഇല്ല. ആ ويستغفروا ربهم إلا ഇപ്പോഴും വന്നു. ويستغفروا ربهم إلا أن تأتيهم سنة ഉം. الأولين أو يأتيهم യഅ്തിയഹുമുൽ العذاب القبلى അദാബു. ഒന്നുകൂടെ. ഔ ഔ ഔ യഅ്തി. അവിടെ നോക്കിക്കോളൂ. أو يأتيهم العذاب قبلا. ഈ ആയത്ത് മുമ്പ് പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ അല്ലല്ല, ഇവിടെ നിന്ന് ഇല്ലല്ലേ, ഇപ്പം ആദ്യമായിട്ട് ഓതുക. അപ്പോൾ ഓത്ത് ഒരു പ്രശ്നമല്ലല്ലേ. നോക്കി ഓതാനിപ്പോൾ ഫ്ലുവൻ്റ് ആയിട്ട് ഓതാൻ കഴിയണില്ലേ? ഇൻഷാ അല്ലാഹ്. അല്ല, ആദ്യമായിട്ട് മുമ്പ് ഓതുമ്പോഴൊക്കെ എത്രത്തോളം സമയം എടുത്തിരുന്ന ഒരു ആയത്ത് ഓതാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഓതുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ, ശ്രമിച്ചാൽ ആർക്കാണെങ്കിലും കഴിയും. وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم റബ്ബ വേണ്ട, റബ്ബഹും. ويستغفروا ربهم إلا أن تأتيهم തഅ്തിയഹും سنة الأولين أو يأتيهم العذاب قبلا. وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم വേണ്ട, ഒഴിവാക്കാൻ. أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا. വരുന്നുണ്ട്. ഇപ്പോഴും ആ ഹംസൻ അത്ര അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് മനസ്സ് സമ്മതിക്കാത്തൊരു പ്രശ്നമുണ്ട്. ഹംസക്ക് ഫീൽ ആവുക. ഫീലല്ലാത്ത പ്രശ്നമല്ല, ഈ ഹംസ ഏതാണെങ്കിലും സുക്കൂനാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുണ്ടല്ലോ. ആ ഒരു സമയം എടുക്കുന്നുണ്ട്. നിങ്ങളത് വമാ കുറച്ച് ഓവറായിട്ട് നീട്ടിപ്പോയി. വമാ മനഅ
അത്ര നീട്ടിയാൽ പോരാ, മദ്ദുണ്ട്. അദാബ ആണോ? അദാബു. ഓക്കെ. അയ്യു മീനു കുന്ന കുറച്ചും കൂടെ. മണിക്കാനുണ്ട്. മണിക്കാനുള്ള ഭാഗം ചിലപ്പോൾ മിസ്സായി പോകുന്നുണ്ട് ചിലത്. ويستغفروا ഒറ്റ ശാസ്ത്രം മതിയോ? وما منع الناس മദ് നീട്ടാൻ മറക്കല്ലേ. ഇല്ല അവിടെ ഔ യതിയ. ആ ശരി. അവസാനത്തെ ഭാഗം ഔ യതിയഹുമുൽ യതിയഹുമുല്ലദ മുല്ല അങ്ങനെ ഉണ്ട്. മുല്ല സുക്കൂൻ അയ്വ. കറക്റ്റ്. അത്ര നീട്ടാൻ പാടില്ല. യുഅ്മിനൂ 4-5 ഹർക്കത്ത് നീട്ടാനുണ്ട്. മദ് ഉണ്ടല്ലോ, മദ് മുൻഫസിൽ. ശരി. 54, 55 ആയത്തുകൾ അടുത്തത്. ആ ഭാഗം 2 ആയത്തുകൾ നോദിയിട്ട് നമുക്കാണ് അവസാനിപ്പിക്കാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ولقد صرفنا في هذا القرآن للناس من كل مثل وكان الإنسان أكثر شيء جدلا وما منع الناس أن يؤمنوا إذ جاءهم الهدى ويستغفروا ربهم إلا أن تأتيهم سنة الأولين أو يأتيهم العذاب قبلا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.